കടം നിങ്ങളെ നിയന്ത്രിക്കുകയാണോ? ഓരോ മാസവും EMI അടച്ചിട്ടും കടം കുറയുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? സത്യം എന്താണെന്ന് അറിയാമോ? മിക്ക ആളുകൾക്കും കടമല്ല പ്രശ്നം. ശരിയായ പ്രശ്നം വ്യക്തമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഇല്ലാത്തതാണ്. ഈ ബിസിനസ് ഓണേഴ്സിന് ഞാൻ വർഷങ്ങളായിട്ട് ഗൈഡ് ചെയ്തപ്പോൾ ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ട്. ഫെയിൽഡ് ആയിട്ടുള്ള ബിസിനസ് ഡിസിഷൻസ് കാരണമാണ് പലരും കടത്തിലകപ്പെടുന്നത്. അതിനുശേഷം അവരുടെ കോൺഫിഡൻസ് ഒക്കെ അങ്ങോട്ട് നഷ്ടമാവും. ഓരോ പുതിയ ബിസിനസ് ഡിസിഷൻസും അവരെടുക്കുന്നത് ഒരു ഫിയർ അടിസ്ഥാനത്തിലാണ്. 23 വർഷത്തെ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. കടത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് കൂടുതൽ ഇൻകം മാത്രം പോരാ, ഒരു വ്യക്തമായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാൻ വേണം. ഏത് കടമാണ് നമ്മൾ ആദ്യം തീർക്കേണ്ടതെന്നും എത്ര ഇൻകം ഈ വർഷം ജനറേറ്റ് ചെയ്യണമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് റീപേയ്മെൻറ്റ് സ്ട്രക്ചർ ചെയ്യണം എന്നതെല്ലാം പ്ലാൻ ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിലൊരു മാറ്റം തുടങ്ങുള്ളൂ. ഇന്ന് തന്നെ ഈ 3 കാര്യങ്ങളും നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യണം. ഒന്നാമത്, എല്ലാ കടങ്ങളും ഒരു പേപ്പറിൽ വ്യക്തമായിട്ട് എഴുതുക. അതിനുശേഷം ഉയർന്ന പലിശയുള്ള കടങ്ങൾ ആദ്യം തീർക്കുക. പിന്നെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് തുടങ്ങുന്നതിന് മുമ്പ് കടമൊക്കെ നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. കടമല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. നിങ്ങളെടുക്കുന്ന ശരിയായ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. അപ്പോൾ കടത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഫൈനാൻഷ്യൽ സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് DEBT എന്ന് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യൂ. നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാം.